റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും തൊഴിൽ സംരക്ഷിക്കാനും വേണ്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് കോഴിക്കോട് ജില്ലാ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വം. നിലവിൽ 1600ഓളം മെമ്പർമാരാണ് ഇപ്പോൾ സംഘടനയിലുള്ളത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അനധികൃത കച്ചവടവും കുത്തകവൽക്കരണവും അവസാനിപ്പിക്കണമെന്നും സംഘടനാ ഭാരവാഹികൾ സ്പൈഡർനെറ്റ് വാർത്തകളോട് പറഞ്ഞു. നിലവിൽ സ്വതന്ത്ര സംഘടനയായ കോഴിക്കോട് ജില്ലാ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ഈ വർഷമാണ് ലേബർ ആക്ട് പ്രകാരം സംഘടനയുടെ രജിസ്ട്രേഷൻ നിർവഹിച്ചത്. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് KRWU പുതിയ രീതിയിൽ രജിസ്റ്റർ ചെയ്തത്. റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ വ്യാപാര മേഖലയാണെന്നും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അനിയന്ത്രിതമായ കുത്തകവൽക്കരണം നടക്കുന്നുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഇതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന സംഘടനയ്ക്ക് തൊഴിലാളികളോട് നീതി കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താനും തങ്ങൾ മുൻപന്തിയിലുണ്ടാകുമെന്നും കോഴിക്കോട് ജില്ലാ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി MK അബ്ദുൽസലാം സ്പൈഡർനെറ്റ് വാർത്തകളോട് പറഞ്ഞു. നമ്മളുടെ തൊഴിലാളികളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ആ സംഘടനയിൽ കൂടി നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസരം ഉടലെടുക്കുകയും ചെയ്തപ്പോഴാണ് ലേബർ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് എന്ന ഈ ട്രേഡ് യൂണിയന് രൂപം കൊടുക്കുകയും ഭൂമിയുടെ താരിഫില സർക്കാർ നിശ്ചയിച്ചതുകൊണ്ട് ഈ മേഖലയിൽ മാന്ദ്യമുണ്ടെന്ന് പറയുന്നത് കള്ളമാണ്. എന്നാൽ സ്വകാര്യ ലോബികൾ ഭൂമി കൈമാറ്റം നടത്തുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുമൂലം ഭൂമി ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നില്ല. സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സംഘടനയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ തൊഴിലാളികളുടെ ഒപ്പം നിന്നുകൊണ്ട് പൊരുതുന്ന സംഘടനയാണ് കോഴിക്കോട് ജില്ലാ റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ എന്ന് ജില്ലാ പ്രസിഡന്റ് K മോഹനൻ പറഞ്ഞു. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒട്ടനവധി കാലങ്ങളായിട്ട് പണിയെടുത്തുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു സാധാരണക്കാരായ കുറെ ആളുകൾ ഈ മേഖലയിലുണ്ട്. എന്നാൽ ഇന്ന് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരുപാട് കടന്നുകയറ്റം ഉദ്യോഗസ്ഥന്മാരും മറ്റ് ബിസിനസ്സുകാരും മറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളും മാത്രമല്ല 50,000 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ അപകടം സംഭവിച്ചവർക്ക് 10,000 രൂപയും മരണാനന്തര ചടങ്ങുകൾക്കായി 5,000 രൂപയും ഇപ്പോൾ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ജില്ലാ നേതൃത്വം. ന്യൂസ് ഡെസ്ക് സ്പൈഡർനെറ്റ് ന്യൂസ്.